ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് നൈറ്റ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു നൈറ്റ് ക്രീം നമ്മൾ ഉപയോഗിച്ചാലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സ്കിന്നൊന്ന് വൈറ്റ് ചെയ്യണം. വൈറ്റ് ചെയ്യണം മീൻസ് നമുക്കൊരു 2-3 ഷെയ്ഡ്സ് നമ്മുടെ സ്കിൻ ടോണിങ് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളും എല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്കിത് സഹായിക്കും കേട്ടോ. 8 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ആക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഏകദേശം ഒരു 1 വീക്ക് വരെ നമുക്കിത് യൂസ് ആകാം. അപ്പോൾ ഗൈസ്, നമുക്കിത് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ റൈസ് വാട്ടറാണ്. അപ്പോൾ ഈ ഒരു റൈസ് വാട്ടർ അരി കഴുകിയെടുത്ത വെള്ളം, അരി കഴുകിയിട്ട് നല്ല ഒരു 3-4 തവണ കഴുകി കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 1-2 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് അതിൻ്റെ എടുത്തിട്ടുള്ള വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വലിയൊരു ഗ്ലാസ്സിനകത്ത് 1 ഗ്ലാസ് നമ്മൾ റൈസ് കഴുകിയ ആ ഒരു വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 3 ഹെർബൽസ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം കേട്ടോ, അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ രാമച്ചത്തിൻ്റെ വേരും, പിന്നെ നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടയാണ് കേട്ടോ. മഞ്ചിഷ്ടയുടെ വേരാണത്. ആ വേരും തണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ പൊടിയും യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ രാമച്ചത്തിൻ്റെ വേര് ഇങ്ങനെ കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാമച്ചത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൊടിയേക്കാളും നല്ലത് ഇതുപോലെ റോ മെറ്റീരിയൽ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഒരു മഞ്ചിഷ്ടട നമ്മളിതുപോലെ മഞ്ചിഷ്ടയുടെ വേരും തണ്ടൊക്കെ മേടിച്ചിട്ട് നമ്മളത് അപ്പം തന്നെ നമ്മൾ പച്ചമരുന്ന് കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പൊടിപ്പിച്ച് തരും. എല്ലാവരുടെയും ആ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർ പൊടിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. നമ്മുടെ മഞ്ചിഷ്ടയാണത്. അപ്പോൾ മഞ്ചിഷ്ടയുടെ പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ആക്കാം. വേറെ നമ്മൾ പുറമേ മേടിക്കുന്ന പൗഡറിനകത്തൊക്കെ അതിനകത്ത് അവർ എന്തെങ്കിലും എക്സ്ട്രാ പൗഡർ കൂടി അങ്ങ് ആഡ് ചെയ്തിട്ടായിരിക്കും അവർ പൊടിപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേര് വാങ്ങിയിട്ട് നമ്മൾ അവിടെ തന്നെ പൊടിപ്പിക്കാൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് പൊടിപ്പിക്കാൻ ഇതുപോലെ പച്ചമരുന്ന് കാര്യങ്ങളൊക്കെ പൊടിപ്പിച്ചിരുന്ന മില്ലുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പ്യുവർ ആയിട്ടുള്ള നമ്മുടെ മഞ്ചിഷ്ടയുടെ ആ ഒരു പൗഡർ നമുക്ക് പൊടിച്ച് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ പൗഡേഴ്സൊന്നും ചേർക്കുന്നില്ല, എല്ലാം റോ മെറ്റീരിയലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാമച്ചത്തിൻ്റെ വേര് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മഞ്ചിഷ്ടയുടെ വേരാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മഞ്ചിഷ്ടയുടെ വേര് നന്നായിട്ടൊന്ന് കുത്തിച്ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്ട് നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടികല്ല് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ ഈ കാണിക്കുന്ന അളവിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ, അത്ര മാത്രം മതിയാകും. എന്നിട്ട് ഇടികല്ല് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇടിച്ച് ചതച്ചിട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ പീലാണ്. ഓറഞ്ചിൻ്റെ പീല് ഞാനിവിടെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങ് ഒടിയുന്ന തരത്തിൽ നന്നായിട്ട് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ ആ ഒരു പീലും ഞാൻ ഈ കാണിക്കുന്ന അളവിൽ തന്നെ എടുക്കാം. എന്നിട്ട് ഇതും കൂടി നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട്, നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ പേരിൽ തന്നെ നമ്മളിതിങ്ങനെ ക്രഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് വന്നോളും. എന്നിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതങ്ങ് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് എന്താ പറയുക, ഈ ഒരു എക്സ്ട്രാക്റ്റൊക്കെ നമുക്ക് ഈ ഒരു റൈസ് വാട്ടറിനകത്തേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് സമയം കൊടുക്കാം. 2 മണിക്കൂർ കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഇട്ടിട്ട് ഇതൊരു 20-25 മിനിറ്റോളം അങ്ങ് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് കഷായം പോലെ അങ്ങോട്ട് ആക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഇപ്പോൾ 1 ഗ്ലാസ് റൈസ് വാട്ടർ ഉണ്ടല്ലോ, അതങ്ങ് വറ്റിയിട്ട് നമുക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണ് ആ ഒരു എക്സ്ട്രാക്റ്റ് കിട്ടുന്ന രീതിക്ക് വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കുക. നമുക്കിത് പുറത്തും വെക്കാട്ടെ. ഈ ഒരു ക്രീം നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ പറ്റത്തുള്ളൂ. അതിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു 1 വീക്ക്, ചിലപ്പോൾ അതിൽ കൂടുതൽ നിന്നാലും നിൽക്കുന്നുണ്ട്. നമ്മൾ അത്രയും വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടാണ് ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ നിൽക്കും. അപ്പോൾ ഏകദേശം ഒരു 1 വീക്കിനുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രമായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു പിശട് നിങ്ങൾ കളയേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾക്കത് ഒരു തവണ കൂടി ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ ഇതുപോലെ പാത്രത്തിനകത്തേക്ക് വീണ്ടും ഇട്ടിട്ട് റൈസ് വാട്ടർ ഒഴിക്കണേ അങ്ങനെ ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. വറ്റിക്കരുത്, തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കത് ടോണറായിട്ടോ അല്ലെങ്കിൽ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഫേസ് പാക്കിനകത്ത് നമുക്ക് ഒഴിച്ചിട്ട് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ആ ഒരു വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിശട് കളയണ്ട, നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് അങ്ങ് നമ്മൾ അരിച്ചു മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു എക്സ്ട്രാക്ട് ഏകദേശം ഈ കാണുന്ന ലെവലിൽ നമുക്ക് ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീം ടൈപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അത് ഏകദേശം ഒരു 3 കുഞ്ഞു സ്പൂണിൽ 3 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ ഈ ഒരു ആലുവേര ജെല്ല് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആലുവേര ജെല്ല് ആ ഒരു ഗ്രീനിഷ് യെല്ലോ കളറായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും തണുപ്പ് സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്കിന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ടും വെളിച്ചിലായിട്ടൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ ഇച്ചിരി ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 തുള്ളി അത്ര മാത്രം മതി കേട്ടോ. അപ്പോൾ ഓയിൽ ചേരുന്നവർ ചേർത്താൽ മതി, മുഖക്കുരു പ്രശ്നമില്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിച്ചാൽ മതി. മുഖക്കുരു ഉള്ളവർ എന്തായാലും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാത്തവർക്ക് ഈ രീതിക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ആർക്ക് വേണമെങ്കിലും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഓയിൽ സ്കിൻ ടൈപ്പ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ഇതിനകത്തേക്ക് ഒരു വെറും 3 തുള്ളി മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, ആ ഒരു ഡ്രൈനെസ് നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. മിക്സാക്കിയതിന് ശേഷം നമ്മളോട് മാറ്റി വെച്ചിരിക്കുന്ന എക്സ്ട്രാക്ട് കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ്. അപ്പോൾ നല്ലവണ്ണം അങ്ങ് മിക്സ് ആക്കിയിട്ട് ആ ഒരു ക്രീം ടൈപ്പിലാക്കിയിട്ട് അങ്ങ് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ആ ഒരു എക്സ്ട്രാക്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ അങ്ങ് ഫ്രിഡ്ജിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം, കഴുത്തിൽ, കയ്യിൽ, കാലിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വൈറ്റൈൻ ചെയ്യാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടൊക്കെ നമുക്കിത് ഹെൽപ്പാക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുക. പകലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രാത്രി ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.